ഹായ് ശ്രീതി. ഹായ്. ശ്രീതിക്ക് ഇന്ന് വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റില്ല, കാരണം ഇന്ന് പണിമുടക്ക് ദിവസമാണ്. അപ്പോൾ വീട്ടിലാണ് ഇന്നത്തെ പണി നടത്തുന്നത്. ശ്രീതി ശരിക്കും ഇപ്പൊ എത്ര വയസ്സായി ശ്രീതി? ഇപ്പൊ 22 വയസ്സായി. 22 വയസ്സുകാരി അച്ഛന്റെ വർക്ക്ഷോപ്പ് ഏറ്റെടുത്തിട്ട് എല്ലാ വണ്ടികളും ഇപ്പോൾ സ്വയമാണ് സർവീസ് ചെയ്യുന്നത്. എല്ലാ സർവീസും ചെയ്യും, പെയിന്റിംഗ് ഉൾപ്പെടെ ചെയ്യുന്ന ആളാണ് ശ്രീതി. ഇത് ചെറിയ കുട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക്ഷോപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന വലിയ ആളാണ് ശ്രീതി. ശരിക്കും ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താ? ചെറുപ്പം മുതലേ വീടിന്റെ മുറ്റത്ത് തന്നെയായിരുന്നു വർക്ക്ഷോപ്പ്. ഇതിപ്പോ ഞാൻ പുതുതായിട്ട് വെച്ചാണ്, പണി നടക്കുന്നേ ഉള്ളു ഇതിന്റെ. അതിന്റെ അപ്പുറത്തെ വീണ്ടും മുന്നിൽ തന്നെയായിരുന്നു വർക്ക്ഷോപ്പ്. പണ്ട് കൊച്ചിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഷെഡായിരുന്നു. ഈ ഷെഡല്ല, പഴയ ഷെഡായിരുന്നു അവിടെ. അപ്പൊ ഞാൻ കൊച്ചിലെ 3-4 വയസ്സുള്ളപ്പോ തന്നെ ഇവിടോട്ട് തന്നെ ഇറങ്ങുമായിരുന്നു. അമ്മയൊക്കെ പറയുന്നുണ്ട്, ഞാൻ കൊച്ചിലെ അടുക്കളയിൽ നിന്ന് സ്പൂണൊക്കെ എടുത്തോണ്ട് പോയി ഇവിടെ പണ്ടൊരു ഓട്ടോറിക്ഷ കടന്ന് അതിന്റെ അടിയിൽ കയറി കരിവോലിനകത്ത് മുങ്ങി ഒക്കെ വന്നു. ഇവര് പിന്നെ അച്ഛനും അമ്മയും കൂടെ ഡീസലിനകത്തിട്ട് കുളിപ്പിച്ച് പിന്നെ എടുക്കുമായിരുന്നു, കരിയൊക്കെ കളഞ്ഞ്. അതുപോലെ പിന്നെ അങ്ങനെ പിന്നെ ഇച്ചിരി അറിവായി വന്ന സമയത്തല്ല അച്ഛൻ ഇങ്ങനെ ടൂൾസ് ഒക്കെ പറഞ്ഞു തന്നു. ഡബിൾ എൻഡ് എടുക്കുക, സ്പാനർ എടുക്കുക. ചിലപ്പോ ഈ ഡബിൾ എൻഡിന് സ്പാനർ എന്നും പറയും, ഡബിൾ എൻഡ് എന്നും പറയും. അപ്പൊ എനിക്ക് അന്ന് പണ്ട് കൺഫ്യൂഷൻ ആയിരുന്നു, സ്പാനർ ഡബിൾ എൻഡ്. ഇപ്പൊ പൊതുവെ ഡബിൾ എൻഡ് പറഞ്ഞു വരുന്നു. അങ്ങനെ സ്പാനർ കാര്യം പറഞ്ഞു തന്നു. സ്ക്രൂ ഡ്രൈവർ ഏതൊക്കെ സൈസ് ഉണ്ട്, എവിടെ ഇട്ട് പിടിക്കണം, ചെറിയ ടിപ്പും കാര്യങ്ങളൊക്കെ അതെല്ലാം നോക്കിയും കണ്ടും ശ്രദ്ധകൾ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഓരോ പോർഷൻസും അഴിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പൊ ഇത് എന്നെ പഠിപ്പിച്ചതിന്റെ ഒരു സാറിന്റെ വണ്ടിയാണ്. എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ പറയാനുള്ള സന്തോഷം എന്താന്ന് വെച്ചാ, എന്നെ നേരെ ആശാമ്പള്ളിക്കൂടെ മൊത്ത് പഠിപ്പിച്ചവരുടെ വണ്ടി, എന്നെ +2 വരെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ വണ്ടി വരെ എനിക്കിപ്പോ പണിയാൻ കിട്ടുന്നുണ്ട്. അതിന് എന്റെ ഏറ്റവും വലിയ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല. എന്നെ പഠിപ്പിച്ച ആശാട്ടിയുടെ വണ്ടി എനിക്ക് പണിയാൻ പറ്റുമെന്നുള്ളത്. അതുവരെ ഞാൻ ഇതിപ്പം എന്നെ ട്യൂഷൻ പഠിപ്പിച്ച സാറിന്റെ വണ്ടിയാണ്. ഇപ്പം സാറ് ഓടിക്കുമ്പോ പറയുന്നത് പമ്മല വണ്ടിക്ക് മിസ്സിംഗ് ആണ്. ഞാൻ അയച്ചു നോക്കിയപ്പോ അതിന്റെ എയർ ഫിൽറ്റർ ഇന്ന് വരെ മാറിയിട്ടുള്ളതല്ല, അല്ലാതെ ഈ പൊടിഞ്ഞു കിടക്കുന്നത്. പിന്നെ വല്ല പുതിയത് കയറ്റി വെച്ചേക്കുക. ഇനിയിപ്പം ഓയിലൂടെ മാറി അതില് ഫൈനൽ വർക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കേബിൾ എല്ലാം പോയതായിരുന്നു, എല്ലാം പൊട്ടി പീസായി കിടന്ന ആക്സിലേറ്റർ കേബിളൊക്കെ. ഈ പെങ്കൊച്ചുങ്ങള് ഈ പറയുന്ന മേഖലയിലേക്ക് വരുന്നത് അധികം കണ്ടിട്ടില്ല നമ്മള്. അപ്പം ശ്രീതി വരുന്ന സമയത്ത് വീട്ടുകാരുടെ ഒരു അക്സെപ്റ്റൻസ്, അച്ഛന്റെ അല്ല ബാക്കിയുള്ളവരുടെ അക്സെപ്റ്റൻസ് എന്തായിരുന്നു? പൊതുവേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മൈൻഡ് അറിയാലോ, അതെല്ലാരും ഞാൻ